പത്മകുമാറിനെ വീണ്ടും വീണ്ടും സംരക്ഷിക്കുന്നത്, പാർട്ടി സംരക്ഷിക്കുന്നത് വളരെ ദോഷകരമായി മാറും പാർട്ടിക്ക് എന്ന ചിന്ത ഇപ്പോൾ പാർട്ടിയിൽ മാത്രമല്ല ജനങ്ങളുടെ ഇടയിലും വളർന്നു വരികയാണ്. ഈ കുറ്റാരോപിതൻ മാത്രമാണ് തുടങ്ങിയ മണ്ടൻ ന്യായങ്ങളൊന്നും ഇപ്പോഴത്തെ തലമുറയുടെ മുമ്പിൽ ചിലവാവുകയില്ല എന്ന് ഗോവിന്ദൻ മാർക്സ് മനസ്സിലാക്കേണ്ടതാണ്. പണ്ടൊക്കെ ഇതൊക്കെ പറയാം, എന്റെ പ്രസ്താവന വളച്ചൊടിച്ചു, അല്ലെങ്കിൽ എതിരാളികൾ പറയുന്നത് വളരെ ദുരുപദിഷ്ടമായ വ്യാഖ്യാനങ്ങളാണ്, അല്ലെങ്കിൽ കുറ്റാരോപിതൻ മാത്രമാണ്, കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയാമെന്നതിനപ്പുറത്ത് പുതിയ തലമുറ, അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കണ്ടും കേട്ടും കഴിയുന്ന ബുദ്ധിയുള്ളവരുടെ തലമുറ ഇതൊന്നും വിശ്വസിക്കില്ല. അതാണ് വാസ്തവത്തിൽ യാഥാർത്ഥ്യം. പലപ്പോഴും ഈ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഏറ്റവും അടുത്ത സമയത്ത് നടന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ്. അദ്ദേഹത്തിനെതിരായിട്ട് ചില പീഡന പരാതികൾ വരുന്നു, ഒരു ശബ്ദരേഖ പ്രചരിക്കുന്നു, ചാനലുകളിലും മറ്റൊരു ശബ്ദരേഖ, ഒരു പെൺകുട്ടി സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദരേഖ. അതാരാണെന്നറിയില്ല, അതിപ്പോഴും അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടൊരു കേസില്ല, എന്തിനൊരു പരാതി പോലുമില്ല. ചില അന്വേഷണങ്ങളൊക്കെ നടന്നു, ആ അന്വേഷണങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഈ ശബ്ദരേഖയുടെ ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും എന്താ CPM പറഞ്ഞത്? ഇയാൾ രാജിവെക്കണമെന്നാ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് പാർട്ടി. എന്നിട്ടും അത് തൃപ്തിപ്പെടാതെ ഇദ്ദേഹം MLA പദവി രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത പാർട്ടിയാണ്